എന്താണ് ബാബുവേട്ട? അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കിറ്റ്, നമുക്കറിയാം സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു, നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീശ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ആ, ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാ. അങ്ങനെയാണ് പെട്ടെന്ന് കടത്തിവിട്. ആ മോനത്തില്. എന്നാലും നമ്മുടെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്താണ്ടത് അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവപ്പീഡിയ മാറ്റൊരു ചങ്ങായി. ഈ അപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നില്ലേ? അന്നെ കണ്ടാലും മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. അത്രയ്ക്ക് സൗന്ദര്യായി. ഇതെന്താ കക്ഷത്ത്? വീർപ്പിക്കാനാ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാൻ തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പിന്ന്. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ഭൂ. എടാ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? പണ്ടാരക്കാലം എന്നെ കൊണ്ട് കുഴിച്ചിട്ട് കൂട്ടാ കുഞ്ഞിമോനോന്ന്. എടാ അതല്ല, വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഇപ്പൊക്കെ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? 5 പേര്. അല്ല, 5 ഡസൻ. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയെ നിർത്തിച്ച്. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വികസന കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി, കയറ്റുമതി ഇറക്കുമതി, അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് 5 രൂപയ്ക്ക് വിൽക്കുക. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിഎഡോ? അല്ല, 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാണ്. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട് ഒരു ഗവൺമെന്റ് യുപി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങളെവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വെല്ലടിച്ചോല്ല. ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇതൊക്കെ എവിടുന്നാണ്ട വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ആ നാവ് പ്ലഗിനകത്തേക്കോ ഓണാക്കി വെച്ചിട്ടോ കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ? എന്റെ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ, ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേ. എടാ, നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ്, ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിന്നിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടാ, ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്. ഞാൻ കോതണ്ടപാണ റെഡ്ഡേ. പറഞ്ഞ സാധനം ഞാനോ? കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ, ആ പറ്റൂല. ഞാൻ വേണേ ഇതിലും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഒട്ടക്കണ്ടി ശശി.
വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റൂടോ? ആ പിന്നെ ഇതല്ലാത്ത വേറെ ഈ പേരെന്നെ പറയണം. തന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. എന്നാ പിന്നെ നിങ്ങൾ വായോണ്ട് മ്യൂസിക് വായിക്കണം. മ്യൂസിക് വായിക്കണം. അതെ. അപ്പൊ ഈ പറയൂ. അപ്പൊ ഞാൻ സൂപ്പർ ആക്കും. ആ കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ ഓക്കെ. ആയില്ല ആയില്ല. അപ്പൊ ടൈം കക്കക്കാ കുക്കുന്നാക്കിയ തെറ്റിപ്പോ എന്നോട്. ഹലോ. ആ എന്താണ്? അങ്ങനെ അതിന്റെ ഇടയ്ക്ക് കക്കക്കാ കുക്കുന്നാക്കിയ തെറ്റിപ്പോ. തെറ്റിപ്പോന്നല്ല, ഇത് തന്നെ പറയണം. ഓക്കെ ഓക്കെ. ആയില്ല പന്നി എന്നോടല്ലേ പറയുന്ന ആയില്ലാന്ന്. ആയില്ലേ? ആവട്ടെ. ആ ഓക്കെ. പറഞ്ഞാ മനസ്സിലാവില്ല. ഓക്കെ. ഇത് ഓക്കെ. ആയി പന്നിയെ അതല്ല ഇങ്ങനെ ആക്കണേ, പറഞ്ഞാ മനസ്സിലാവില്ല. എങ്ങനെ ആയി? ഹലോ ഹലോ ചെക്ക്. ആ പെട്ടെന്ന്. അടിപൊളി സൂപ്പർ. അടിപൊളി സൂപ്പർ. എടാ കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ. അത് പറയണം. കോതണ്ടപാണ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി. കോതമംഗലത്ത് പോവാൻ റെഡ്ഡി അതാണ്ട പറയണ്ടേ? ഞാൻ സൂപ്പർ ആക്കും. കോതണ്ടപാണ റെഡ്ഡി അത് പറയണം. ഓക്കെ. കോതണ്ടപാണ റെഡ്ഡി. ഗോപാലേട്ട കണ്ട ഷട്ടി. പെട്ടെന്ന് ഇപ്പോ കണ്ട ഷട്ടി കച്ചവടക്കാരൻ കണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്? അതല്ല, ഞാൻ നായകനാകാൻ വന്നാണല്ലോ. പെട്ടെന്ന് വില്ലനായപ്പോ തെറ്റിപ്പോയതാണ്. ഓ അപ്പൊ നായകനായ ഈ പൊളിക്കും. സൂപ്പർ ആക്കും ഞാൻ. സൂപ്പറാക്കും. അങ്ങനെയാണോ ഈ സിനിമയിലെ നായകനാണെന്ന് വിചാരിച്ചോ? ഓക്കെ. നിനക്ക് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഡയലോഗ് തരികയാണ്. അതായത് നീ നിന്റെ കാമുകിയോട് പിണങ്ങി, നിന്റെ കാമുകി നിന്നോട് പിണങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് മന്ദം ചെന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്. പ്രിയേ, എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഓമൻ ചേർന്ന് ഒരു ഉളുപ്പില്ലാത്ത സാധനം ആൾക്കാർക്ക് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. എടാ മലയാളം ഭാഷയാണ്. മലയാളത്തിൽ പറഞ്ഞോണ്ട് അത്ര വിഷയം, ഇംഗ്ലീഷിലാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ എന്താണ് നിന്റെ മുഖത്തൊരു മലയാളത്തിലെ വാക്കാണിത്. ചേച്ചിയൊക്കെ നോക്കിട്ട് ഇരിക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, ഇത് പറഞ്ഞാ മതി. അഭിനയിക്കണം. പ്രിയേ മുണ്ടരുത്, അഭിനയിച്ച് കാണിക്കുന്നാല്. പ്രിയേ, എന്താ നിന്റെ മുഖത്തൊരു പാവം? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. അനക്ക് ഇതല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടല്ലെന്ന് ആരോടും പറയരുത്, ഞാനാ നിർത്തി. എടാ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്? കക്കുന്ന കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? എടാ ഇതല്ല, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോന്ന്? ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നതാറേ. മിമിക്രി ആണോ? മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇഷ്ടപ്പെട്ട ചാൻസ് തരൂ. ഇഷ്ടപ്പെട്ട ഞാൻ ആലോചിക്കും ചാൻസ് തരണോ വേണ്ടതെന്ന്. പ്രകൃതിയിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കും സാറേ. വ്യത്യസ്തമായ ശബ്ദങ്ങളാണോ? എന്താണ് സംഭവം? എന്താണ്? ആദ്യമായിട്ട് പക്ഷികളെ വെറൈറ്റി ശബ്ദങ്ങൾ. പക്ഷികളുടെ വെറൈറ്റി ശബ്ദമാണോ? ഇതിന് കുറച്ച് ഡിലേ ആയിട്ട് തരണം. കുറച്ച് ഡിലേ. ഓക്കെ 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 ഓക്കെ. അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങനെ മീൻ മുറിക്കാറില്ലല്ലോ. പരിപാടി എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ മീൻ മുറിക്കലൊന്നുമില്ല. പാത്രം തേച്ചൊക്കെ മുറ്റടിച്ചു വരാ, അങ്ങനെ അല്ലാതെ മീൻ മുറിക്കാനൊന്നും നിന്നെ കിട്ടൂല. എന്റെ ഭാര്യന്റെ വീട്ടിൽ ഞാനാ മുറ്റടിച്ച് വരിക. മുറ്റടിച്ച് വരില്ല, ഭാര്യന്റെ അമ്മേനെ തല്ലും, ഭാര്യന്റെ അടുത്തിൽ എന്നെ ചൂലോണ്ട് കുത്തൊക്കെ ചെയ്യും.
എടാ അതൊക്കെ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പാടില്ല, ആൾക്കാർ കേട്ടാ മോശമല്ലേ? എന്ത് മോശം, എനിക്ക് കിട്ടിയ ഞാൻ തുറന്ന് പറഞ്ഞു. കൂട്ടത്തിൽ കിട്ടി ഞാൻ മിണ്ടാണ്ട് നടക്കുന്ന എത്ര എണ്ണ കുത്തിരിക്കുന്ന നോക്കതാ. അപ്പൊ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോ സങ്കടം വരും. പൂച്ചയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ? അയ്യോ, ഈ സമയത്ത് മറ്റൊരു പൂച്ച വന്ന ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും, ടോണ് മാറും. പടുത്ത പൂച്ച. പോയിക്കോട്ടെ. അങ്ങനെ പൂച്ചനെ എറിഞ്ഞ് ഓടിച്ച് അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി വരുന്ന കണ്ടം പൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. ലൈനടി ഇതൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി കണ്ടം പൂച്ച എങ്ങനെ വരും? എങ്ങനെ വരും? ആ, രാത്രി പോയി നല്ല പരിചയല്ലേ? ഈ പ്രണയം ഇവിടെ അവസാനിച്ചു കൊടുത്ത പ്രസവമാണ്. പൂച്ച പ്രസവിക്കോ? അല്ല, പൂച്ച മുട്ടലാണല്ലോ. എടാ എന്റെ ഭാവനയിൽ, മിമിക്രിക്കാരുടെ ഭാവനയിൽ മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ അച്ഛനായിരിക്കുന്നു. പൂച്ചനെ പറ്റിട്ട് നിന്റെ തലയിലാക്കണ്ട. ഒരാവേശം പറഞ്ഞു നീ ആവേശം പറയരുത് കേട്ടോ, ഇല്ല. അല്ലെങ്കിൽ ഓരോ പ്രശ്നമുള്ള ആളാ ഞാൻ. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്. അതാ എന്റെ മുഖത്തിന് നന്നാവുക. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികൾ വളർത്തുന്നുണ്ട്. ഈ രണ്ട് വീട്ടിലെ പട്ടികൾക്ക് രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ശബ്ദ വ്യത്യാസമുണ്ട്. അന്ന് പരിചയപ്പെടാം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. അതെങ്ങനെയാണ്? ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം. ഏത് ശബ്ദം? അടിപൊളിയുണ്ട്. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം. ഈ കുഞ്ഞിനെ ഒരു 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദമായിരിക്കും. ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ശബ്ദ വ്യത്യാസം. ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പോഴാണ് ശബ്ദ വ്യത്യാസം. ഈ കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞു കൊടുക്കുന്ന നമ്മളെന്ത് ചെയ്യും? ഒരൊറ്റ അടി കൊണ്ട് കൊടുക്കും. അല്ല, അമ്മിഞ്ഞപ്പാല് കൊടുക്കും. ആ ഒറ്റ വിചാരം നോക്കി തടിയിട്ട് ആന്ന് പറയരുത്. കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ട് പാട്ട് ഒരേ സമയം ഡബിൾ വോയിസ്. അതെ. അടിപൊളി. കുഞ്ഞിറങ്ങാണ്. അടുത്തൊരു എക്സ്ട്രാ ബ്ലേഡ് വെച്ച് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. കട്ട് ചെയ്യുന്ന ശബ്ദം. അതെ. എങ്ങനെയാണ്? ഇതേപോലെ വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യും. അപ്പൊ ഉണ്ടാവുന്ന വ്യത്യാസം. അതെ. ഇതേ ബ്ലേഡ് വെച്ച് അലുമിനിയം ചാനൽ കട്ട് ചെയ്യും. അലുമിനിയം ചാനൽ. സിബ് വലിക്കുമ്പോൾ ശബ്ദമാണ്. ടീഷർട്ടിന്റെ സിബ്. അതെ. ഈ ടീഷർട്ട് വികൃതിയെ കുട്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യാ? അവര് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്നൊരു കേട് വരുത്തു. അപ്പൊ കേട് വന്നു കഴിഞ്ഞാലോ
പോയി മാമ. മാമനോ? അയ്യോ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട്, അടിപൊളി. അവസാനമായിട്ട് ഒരു പൂച്ച പാട്ട് പാടുന്ന ഇഷ്ടമാണ്. അവസാനമായിട്ട് പൂച്ച പാട്ടും പാടോ? ഏത് പാട്ടാന്നറിയോ? ഏത് പാട്ടാണ്? എന്റെ കൽവിലെ വെണ്ണിലാവുന്ന നല്ല പാട്ടുകാരാ, ഈ പാട്ട് പൂച്ച പാടും. ഈ പാട്ട് പൂച്ച പാടും. അതെ, അടിപൊളി. ആളെ പേടിപ്പിക്കണ്ട. എന്നോട് ഞാൻ അത്ര നേരം പറഞ്ഞു ആളെ പേടിപ്പിക്കരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മ്യൂക്കർ ചെയ്ത് പോയാ പോരെ. മര്യാദയ്ക്ക് പോയാ പോരെ. അണക്ക് ഞാൻ വന്നപ്പോ മുതൽ എടുത്തു വെച്ചൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ? അപ്പൊ എന്തായാലും സിനിമയിലെ ചാൻസ് ഇല്ല, അണക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാം. പരിപാടിയായിട്ട് പാത്ത് കണ്ടുവരുത്. പോടാ, ഞാൻ ഇവിടുന്ന് പോവും. പേരുകേട്ട വില്ലനാണ് എന്റെ ഇവിടെ ഏട്ടെ. എന്റെ ഏട്ടെ? എന്റെ ഏട്ട പേരുകേട്ട വില്ലനാണ് ഇവിടെ. പെടുത്തിയോ? എന്റെ ഏട്ടന്റെ പേരെന്താണ്? കിൻഡൽ ജോയ്. കിൻഡർ ജോയോ? ആ കുട്ടി മിഠായിലടാ. കിൻഡർ ജോയ്, കിൻഡൽ ജോയ് പേരുകേട്ട വില്ലനാണ്. ഓടാ ഇവിടുന്ന്. വെറുതെ വിടൂല. ഏട്ടനോ? ഏതേട്ടൻ? ഓടാ ഇവിടുന്ന്. വെറുതെ പറയാ. എന്താ ഏട്ടനൊന്നും ഉണ്ടാവില്ല. എന്താണ്ടത്? അല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് പേടിപ്പിച്ച. അല്ല, അറിയാണ്ട് ഒന്നും ഉണ്ടായതല്ല കേട്ടാ. അല്ല അതല്ല. നോക്കി പിന്നെ ഓനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലടോ. എന്തിനാണ്ട് അവൻ എങ്ങനെ അടിക്കുന്ന ദുട്ട? ദൈവത്തിന്റെ കോപം കിട്ടടാ എനിക്ക്. ദുട്ട ദൈവത്തിന്റെ കോപലടാ. ഞാൻ തരാടാ എനിക്ക് ചാന്ത് കൂട്ടെ. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ? 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ തടിയെന്ന. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം
പുറത്തു വന്നു? അതല്ല, ഉണ്ണി എപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്കും പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടേച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ?
മോനെ മനസ്സിൽ ലഡു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള് ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ടനോട്ടം ഇഷ്ടമല്ലടാ. കുടി കുടിച്ചൊരു നേരം ഉണ വിളിച്ചൊരു പെണ്ണേ റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടി ഞാൻ. തൊട്ടുപോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വരാ, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ,
എവിടെയാണ് ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. കല്യാണി ശ്രീകുട്ടൻ ചതിച്ചു അമ്മേ, ചതിച്ചു. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ.
ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുവെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള് ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ട നോട്ടം ഇഷ്ടമല്ലടാ. കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണെ റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടി ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു.
അതല്ല, ഉണ്ണി എപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. കല്യാണി ശ്രീകുട്ടൻ ചതിച്ചു അമ്മേ, ചതിച്ചു. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ, അല്ല ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലച്ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാച്ചാ ഇത്? എനിക്കും മനസ്സിലായില്ല. ആരാടാ നീ? കിഴക്കേപ്പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേപ്പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേപ്പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. കാണാൻ ചേലാണ് എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മൊഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം.
ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ മനസ്സിൽ പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. (11:30) സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള് ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാറ്. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ 2 പേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്ത് ചൂടൻ. ഈ പരപൂമനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിയമാര് തള്ളിയതാ. കുറെ കാലമായിടാ കൈയും കാലൊക്കെ നടക്കിയിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂര്യങ്ങാൻ തുള്ളി.
സ്മെല്ലില്ല. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമന്റെ കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമന്റെ കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 തുടങ്ങി 10 വരെ ഇട്ടപ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടിയോട്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടിയൊട്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുമറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പഠിക്കാം. റെഡി? എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റൊക്കെ എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. எனக்கு யாரு பண்ற இந்த திருப்பிச்ச போட்டோ பண்ணி பொட்டோங்க ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு எக்கோடமாடா இதோட கூட நான் தோறக்கு கொடுத்து அத்தனை நான் அடிக்கிற சாவு பண்ணி உடனே தப்பிச்சுக்கடா செல்லோ I love you നിങ്ങളെ. Thank you. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ് ഇട ഈ സ്വീകരിക്കാരുടെ പറഞ്ഞാൽ മഹാശബ്ദങ്ങളാണ്. ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി പിടികിട്ടി എടാ തീ തങ്കപ്പറന്നടാ. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊത്താൻ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുട്ടിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിക്കട്ടെ 10-70-50 റുപ്യയും ചെലവും കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ്. പണി
പണി കൂടുതലാണ്. കൂടുതലല്ലേ? പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാ. പണി കൂടുതലാണ്. കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? അതെന്ന് പറഞ്ഞാല് പാളായിട്ട് ഇങ്ങനെ പണിക്ക് പോവുക, ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമിറ്റൊക്കെ ആയിട്ട് വാർപ്പങ്ങ് കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടിയാ വിളിച്ചതായിരിക്കും. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങള് അടിപൊളിയായിട്ട് വാർത്തയെല്ലാം ചെയ്തല്ലോ. ഈ വാർപ്പിന്റെ മുകളിൽ ഈ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം, പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാൻ അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈയടിക്കണേ. കൈയടിക്കും. വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം, ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് നന്നായി കൈയടിക്കുക, നന്നായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതെ, നന്നായിട്ടുണ്ട്. അടുത്തെന്താ വെറൈറ്റി ആയിട്ടുള്ളത്? വെറൈറ്റി ആണല്ലോ, ഇരുമ്പിന്റെ കമ്പി. ഇരുമ്പിന്റെ കപ്പി. അതെ. അടുത്തതെന്താ വ്യത്യസ്തമായിട്ട്? എന്നാല് ചില എണ്ണയിടാത്ത കപ്പി. എണ്ണയിടാത്ത കപ്പി, തുരുമ്പ് പിടിച്ച കപ്പി. അതെ അതെ. ഇനി എന്താണ്? നന്നായിട്ടുണ്ട്. നിങ്ങളെ കാണുന്ന മാതിരിയല്ല, കുഴപ്പമില്ല. അടുത്തെന്താ? ഓ, സെലക്ഷൻ ഉണ്ടാവും. ഓ, നോക്കട്ടെ. ഫോൺ കോൾ വരുന്നുണ്ട്. അതൊന്നും കേട്ട് നോക്കെന്താ? അത് എവിടെയെങ്കിലും ഉണ്ടാവും. അത് പിന്നെ എടുക്കാം. അടുത്ത ചെയ്ത സമയം നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ. അതെ അതെ. അപ്പൊ അവിടെ ചില അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ട്രെയിൻ വരിക കേട്ടോ. ട്രെയിൻ വരികയാണ്, വന്നോണ്ടില്ല.
കാപ്പി 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 ഓറഞ്ച് മുന്തിരി കൂൾ ഡ്രിങ്ക്സ് ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ട്രെയിൻ ഓടിക്കൊടുക്കുക. അതെ. ഇതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ പുറത്തേക്ക് നോക്കും. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കും. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ട്രെയിൻ പാസ് ചെയ്യുന്നത്. ട്രെയിൻ പാസിംഗ്. ഓക്കെ ഓക്കെ. വെള്ളം കുടിച്ചു പോയില്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. വ്യത്യസ്തമായി ഇനിയും മിമിക്രി ഐറ്റംസ് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് എന്താ വെറൈറ്റി ആണ് നമുക്ക് വേണ്ടത്? ഇതുപോലുള്ള തീർന്നില്ല. അതെ, അടുത്തെന്താ? ഈ ട്രെയിന് ഒരു തുരങ്കത്തിനടിയിലൂടെ പോകുന്നത്. അതെ, ഇതുപോലത്തെ ട്രെയിനല്ലോ, വേറെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അടുത്തെന്താ വ്യത്യസ്തമായിട്ടുള്ളത് ഐറ്റം എന്താ? ഇപ്പോൾ ക്ഷേത്ര പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഉത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തൊക്കെ. നമ്മള് ഒരു ക്ഷേത്ര പരിസരത്തേക്ക് നമ്മൾ കയറിച്ചില്ല. കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ ഓക്കെ. ഒരു ക്ഷേത്ര പരിസരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, കടന്നു ഒരു പച്ചയ മനുഷ്യൻ ഇതാ ഒരു മരണക്കുട്ടിൽ മല്ലടിക്കുന്നു. കടന്നു സുഹൃത്തുക്കളെ. വളരെ നന്നായിട്ടുണ്ട്. അടുത്തത് എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത? വെടിക്കെട്ടാണ്. നമ്മുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിലെ ഒരു വെടിക്കെട്ട്. ചുവപ്പ്, മഞ്ഞ, പച്ച. ചുവപ്പ്, മഞ്ഞ, പച്ചയൊക്കെ ഉണ്ട്. നോക്ക്.
കഴിഞ്ഞോ കഴിഞ്ഞു യു ആർ സെലക്ടഡ്. താങ്ക് യു പ്രിയ കലാസഹോദരൻ. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൈയടി പ്ലീസ്, നല്ലൊരു കൈയടി. താങ്ക് യു പ്രിയ കലാസഹോദരൻ. നിങ്ങൾക്ക് ഏവർക്കും